പത്തനംതിട്ട റാന്നി മന്ദമരുതിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നിവരെ സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് പ്രതികൾ തെളിവെടുപ്പിനിടെ മറുപടി നൽകി. കാറിടിച്ചു, ശേഷം കാർ താൻ നിർത്തിയില്ല. കാർ ഓടിച്ച അരവിന്ദ് വ്യക്തമാക്കി. മരണപ്പെട്ട അമ്പാടി സുരേഷ് റോഡിന്റെ ഏതു ഭാഗത്താണ് കിടന്നിരുന്നതെന്നും എവിടെ വെച്ചാണ് അമ്പാടിയെ കാർ ഇടിപ്പിച്ചതെന്നും പോലീസ് ചോദിച്ചു. റോഡിൽ പാട് കാണുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്ന് പ്രതികൾ മറുപടി നൽകി. സംഭവസ്ഥലത്തിനൽപ്പം മുന്നോട്ട് പോയ കാർ റോഡിൽ തിരിച്ച ശേഷമാണ് അമ്പാടിയെ ഇടിച്ചു തെറിപ്പിച്ചതെന്നും പ്രതികൾ പറഞ്ഞു. ഞാൻ ആ വണ്ടി കണ്ടുവരുന്നത് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചോ. നേരത്തെ ഒരു വണ്ടി കൊണ്ട് ഫ്രണ്ട് കിട്ടും. ഫ്രണ്ട് വെച്ചിട്ട് ബൈക്ക് വരുന്നത് കണ്ട സമയത്ത് ബൈക്കല്ല, അവർ കാറല്ലോ. അതൊക്കെ അവരുടെ കാറ് വന്ന സമയത്തേക്ക് നിനക്ക് നീ ബൈക്കില്ല, നിനക്ക് രക്ഷപ്പെട്ടുകൂടെ? ഞാൻ വണ്ടി ഒരു പെട്ടെന്നുകൊണ്ട് ഫ്രണ്ട് വെച്ചിട്ട് ചാടി ഇറങ്ങുമായിരുന്നു. എടാ ഞാൻ ഈ അക്ഷരനോട് പറയണം, മാറിക്കോളം മാറി സംഭവിച്ചു. അമ്പാടിയുടെ കൂടെയുള്ളവർ പിന്തുടരും എന്ന് ഭയന്ന് സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടതായും പ്രതികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നിട്ട് കിട്ടുന്ന ഇവര് തിരിച്ചു വരും പേടിച്ചു ഞാനിവിടെ പോകായിരുന്നു. ഞായറാഴ്ച രാത്രിയാണ് പ്രതികൾ റാന്നി കീക്കൊഴൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന അമ്പാടി സുരേഷിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അപകടമരണമെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. അമ്പാടി സുരേഷിന്റെ കൂടെയുണ്ടായിരുന്നവർ നൽകിയ മൊഴിയാണ് കൊലപാതകമാണെന്ന സൂചന നൽകിയത്. റാന്നി ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം അമ്പാടിയുടെ സുഹൃത്ത് മിഥുനും പ്രതി അജോയും തമ്മിൽ അടിപിടി നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇരു സംഘങ്ങളും കാറുകളിൽ മന്ദമരുതിയിലെത്തുകയും കാറിന് പുറത്തിറങ്ങിയ അമ്പാടിയെ കാറിടിച്ച് പ്രതികൾ കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവശേഷം എറണാകുളത്തേക്ക് കടന്നുകളഞ്ഞ പ്രതികളെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തി പോലീസ് പിടികൂടുകയായിരുന്നു. മറ്റൊരു പ്രതി അക്സം ഖലീലിനെ വടശ്ശേരിക്കരയിൽ നിന്നും പിടികൂടിയിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.